വി ഡി സതീശൻ മൗനം പാലിക്കുകയാണ്. മൗനം പാലിക്കുന്നത് മറ്റൊന്നിലുമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച സംഭവത്തിൽ അടക്കം ഇപ്പോഴും പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നത് പ്രധാനമാണ്. ഇന്ന് രാവിലെയും അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. ഇതിനിടയിൽ ഈ സംഭവത്തിൽ 19 പേരെ ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുൻപ് ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ശേഷിക്കുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന വ്യാപകമായി തുടരുകയാണ്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 FIRകളിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് ആകെ പ്രതിപട്ടികയിലുള്ളത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ക്വിക്ക് ആക്ഷൻ, വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് പോലീസ് പോകുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആദ്യം ആ ദിവസം സംഭവിച്ച മിസ്റ്റേക്ക് അത് പരിഹരിക്കുക എന്നുള്ളത് പോലീസിൻ്റെ അഭിമാന പ്രശ്നമാണ്. അതനുസരിച്ച് പ്രമുഖരടക്കമുള്ളവരെ പോലീസ് ഇപ്പോൾ വലവീശി പിടിക്കുകയാണല്ലോ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷയൊരുക്കുന്നതിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് കേസുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 FIRകളിലായി വ്യാപകമായ അറസ്റ്റും കസ്റ്റഡിയെടുക്കലുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 19 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. IP ബിനുവിനെ ഇന്നലെ രാത്രി പോലീസിന് മുമ്പിൽ കീഴടങ്ങിയ IP ബിനുവിനെ ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പോ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് വിവരം. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയും ബിനു ഉൾപ്പെടെയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു സംഘടിത സ്വഭാവം, ബോധപൂർവമായൊരു നീക്കം ഈ പ്രതിഷേധങ്ങൾക്കും പ്രകോപനങ്ങൾക്കും പിന്നിലുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സമ്മർദ്ദം പോലീസിന് മേലുണ്ട്. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് ഇതിൽ വിശദീകരണം തേടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചടുലമായ നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് മാറിയത്? ഈ വാഹനങ്ങൾ ആക്രമിക്കുക എന്നത് നേരത്തെ തയ്യാറാക്കിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് പോലീസ് വീഴ്ച സംബന്ധിച്ചും DGPയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ADGP വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് ഇന്റലിജൻസ് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്റലിജൻസ് മേധാവി അതിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും പോലീസ് വീഴ്ചയിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയെന്നാണ് വിവരം. അതാണ് വിവരം. ഇപ്പോൾ ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.